ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഡിയാസ് വേൾഡ്. അപ്പോൾ കുറേ ദിവസമല്ല, നാളെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്പലത്തിലത്തെ ഉത്സവമൊക്കെയാണ്, അതാരണം ഇത്തിരി തിരക്കൊക്കെയാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഫുള്ള് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ വീഡിയോസ്. അപ്പോൾ ഇന്ന് എൻ്റെ ഉത്സവമാണ്. അപ്പോൾ അതേ ഞങ്ങൾ മോർണിംഗിൽ പോയിട്ടുണ്ട്. ആനേനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ഇപ്പോൾ മേളം ഒക്കെ തുടങ്ങും. ഇപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ എല്ലാ ദിവസവും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് 5th ഡേ ആണ് ഉത്സവത്തിൻ്റെ. 7 days ഉണ്ട്. ഇനി 2 days കൂടെ കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഡേ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഡേ കൊടിയേറ്റായിരുന്നു. സെക്കൻഡത്തെ ഡേ ഒരു ഞങ്ങളുടെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. തേർഡ് ഡേ ഇന്ന് 4th ഡേ ആട്ടോ. തേർഡ് ഡേ ഗാനമേളയായിരുന്നു. അത് ഇന്നലെയായിരുന്നു. ഇന്ന് 4th ഡേ. അപ്പോൾ അതേ ഇന്നാണ് ഉത്സവം. 5th ഡേ എന്താ പറയാം, പള്ളിവേട്ടയാണ്. 6th ഡേ ആറാട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഡേയ്സ് പോണത്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ ഒരു കോസ്റ്റ്യൂം ഇങ്ങനത്തെ ഒരു ജീൻസും പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും ആണ്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മേനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അമ്മ ഒരു ചുരിദാറാണ് ഗൈസ്, ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിനെ അതേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ അവൾക്കൊരു ജംപ് സ്യൂട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺ, കുറേ വീഡിയോസ് ഇനി വരാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിനി ഉത്സവത്തിൻ്റെ ആ സമയത്ത് വെച്ച് കാണാം. എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. ഇന്നലെയൊക്കെ ഗാനമേളൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഇന്നും അതേപോലെ തന്നെ അടിച്ച് പൊളിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്തേക്ക് എത്താം. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെയാണ് ആനേനെ കാണാനൊക്കെ പോയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുള്ളൂ ആനയുടെ കൊമ്പത്ത്. അപ്പോൾ സൂപ്പറായിരുന്നു ദിവസം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഉത്സവപ്പറമ്പിക്ക് എത്തിയപ്പോഴത്തേന് ഞാൻ. പിന്നെ അതേ ഉത്സവം നടക്കണ്ടായിരുന്നു അവിടെ. എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ശബ്ദമായിരുന്നു. അത് കാരണം ഞാൻ ഇപ്പം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് സൗണ്ട്. ഇതാണ് അമ്പുട്ടി ആശ്രിയ മെൽവിൻ. ഇവളെ നിങ്ങൾ എൻ്റെ വ്ളോഗ്സിലെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂഡ് ഓഫ് ആണ്, മൂഡ് ഓഫ്. അപ്പോൾ ഗൈസ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്ന് വൈബടിക്കായിരുന്നു. അപ്പോൾ മോളിൽ കുറേ പടക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു ഗൈസ്. ഇത് 2ാമത്തെ റൗണ്ടാണ് ഉത്സവ പറമ്പിക്ക് പോണേ. അപ്പോൾ അതേ ഇപ്പോൾ ഒരു 11:30 ഒക്കെ ആയി. അപ്പോൾ അത് എൻ്റെ അച്ചാച്ചനാണിത്. അപ്പോൾ അച്ചാച്ചനൊക്കെ നാടകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും അതിന് പോകാൻ പറ്റില്ല, കാരണം കുറേ ഗസ്റ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അച്ഛമ്മ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനും അച്ഛനും അമ്മയൊക്കെ പോകാൻ പോവാണ്. അപ്പോൾ ഗൈസ് ദേ കാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ നല്ലൊരു മഞ്ഞൊക്കെ ഉള്ള നല്ലൊരു എന്ത് രസമാണെന്നറിയോ. നമ്മൾക്ക് അമ്പലപ്പറമ്പ് വെച്ച് കാണാം. കടകളെല്ലാം പൂട്ടി തുടങ്ങി. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കടകൾ മാത്രമല്ല ഇവിടെ പരിസരത്ത്. ഇപ്പോൾ ദേ ഇവിടെ ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു. നാടകം കഴിഞ്ഞ് സ്റ്റേജെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കളിക്കട്ടെ ഗൈസ്, കളിച്ചിട്ട്
കളിച്ചിട്ട് അയ്യോ തണുക്കണ്. എനിക്ക് തണുക്കണ്. അയ്യോ 12 മണിക്ക് ഉത്സവം പറഞ്ഞു. എന്നാ തണുക്കൂല മോനെ. അപ്പൊ ഗൈസ് ഇപ്പതാ ഇനി ഇത്തിരി നേരം കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഞങ്ങൾ ഇത്തിരി നേരം കളിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പഴത്തിൻ്റെ ഒരു ചായ കടയിലെത്തിയിട്ടുണ്ട്. ചായ കുടിക്കാനാണ്. സൂപ്പർ ചായയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ചായ കുടിക്കണം. നേരത്തെ എടുക്കാം. ഗായ്സ് എൻ്റെ സർബത്ത് എത്തിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് ഇത് ഞാൻ ട്രക്കിൽ നിന്ന് ആനേനെ ഇറക്കണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കായിരുന്നു. ഇതെന്ന് പറയണത് ഒരു 1 o'clock നൈറ്റ് 1 o'clockനൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ആനേനൊക്കെ ഇറക്കി. പിന്നെ കുതിരക്കളി ഉണ്ട്. ഈ നൈറ്റ് 1 o'clock ഒക്കെ വരെ നിന്നത് ഞാൻ ഈ പുലർച്ചെ പൂരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു, ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പുലർച്ചെ പൂരെല്ലാം കളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.